കാണാ പൊന്നിനു പോണോരേ കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ നാടോടി കഥയിലെ നക്ഷത്ര കടലിലെ നാഗനത്തകി മാരണിയും നാഗത്തിൻ മുത്തു തരാമോ കറുത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചു മുതലാളി. കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചു മുതലാളി, എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയെ ഓർത്ത് ഉറക്ക പാടും. ഞാനത് കേട്ട് തീർക്കുന്ന പുഴയിലിരുന്ന് ഓർത്തോർത്ത് നിലവിളിക്കും. അങ്ങനെ പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. കോളേജ് തുറന്നാൽ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ കുത്തി തുറന്നെ. എന്തിനാ സാറിന്റെ കുത്തി തുറക്കുന്നേ? കോളേജ് തുറന്നാ എല്ലാ പെൺകുട്ടികളെ കാണാൻ പറ്റൂ. എങ്കിലും നിന്നെ ഞാൻ സമ്മതിച്ചു ജോർജേ. നീ ഒരു പെണ്ണിനെ നോക്കിയാൽ മതി, അത് താനെ വളയും. പ്രേമെന്ന് വെച്ചാൽ ജോർജിന് വ്രതമാശം പോവും. വളയുന്നവരെ ജോർജ് പച്ചവെള്ളം കുടിക്കില്ല. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ടേ. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നെ, പറയാതിനി വയ്യ നെഞ്ചിൽ തീയാണെന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ വായി നോക്കിയാ നിൽക്കുന്നത്. അയ്യോ സരോജം, ജോർജ് പാവമാ. അതെ ഉറങ്ങിക്കിടക്കുമ്പോ മാത്ത. നിൽക്ക്, എന്താ കുട്ടിയുടെ പേര്? പേരക്ക. എന്നാ ഞങ്ങളൊന്ന് കടിച്ചു തിന്നോട്ടെ. നിന്നോടൊക്കെ സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പോകുന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ സർവജം. നീ എന്റെ മുന്നിൽ ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാ മതി. റാങ്കിങ് ആയിരിക്കും, എന്നാലും കളിക്കാം. ഇന്നാ പിടിച്ചോ. കിഴക്കു ദിക്കിലെ ചെന്തെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ ഉരിക്കുന്തയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? കിഴക്കു ദിക്കിലെ ചെന്തെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ ഉരിക്കുന്തയ്യേ നിന്നോടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു. അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു. രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല. ആ മരം പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. പിന്നെയും പൊക്കാൻ ശ്രമിച്ചു.
നടക്കുന്നില്ല. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. ആരും വന്നില്ല. അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. അവർ എത്തി. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത്. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു. രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു